ജയന്തി. പ്രിയങ്ക വർമ്മ. ഇങ്ങനെ ഒരു പേരും ഫോട്ടോയും ലിസ്റ്റിലില്ലല്ലോ. പിന്നെ ഇതെങ്ങനെയാ വന്നത്? അത് ആ ഡാൻസ് കോമ്പറ്റീഷനിൽ സെക്കൻഡ് വാങ്ങിയ കുട്ടി പ്രിയങ്കയാ. ഓ, എന്തോ എനിക്ക് ഈ ഫോട്ടോയിൽ കണ്ടവരെക്കാളൊക്കെ ആ പെൺകുട്ടിയാണ് എന്റെ ആനന്ദനം മാച്ച് ആയതെന്ന് തോന്നി. അതാ ഞാൻ ആ പേരെഴുതിയിട്ടത്. പ്രിയങ്ക. വീണ്ടും പ്രിയങ്ക. ഇതാരാ എഴുതിയത്? ഈ കൈയക്ഷരം പരിചയമില്ലല്ലോ. അത് ഞാനാ എഴുതിയിട്ടത്. എനിക്കും ആ മാഡം വല്യകുഞ്ഞിന് നല്ല ജോഡിയാണെന്ന് തോന്നി. എന്ത് ചേർച്ചയാണെന്ന് നോക്കിയാക്കളെ. നീ എന്ത് മനസ്സിൽ കണ്ടോ അത് തന്നെയാണ് കല്യാണിയുടെ മനസ്സിൽ. നമുക്ക് ബാക്കി നേർക്കൂടെ നോക്കിയാലോ? ജയന്തി. ശ്രുതി. അശ്വതി. ശ്രീപത്മ. മാലിനി. പ്രിയങ്കയ്ക്കും ജയന്തിക്കും 2 വോട്ട്. ബാക്കി എല്ലാവർക്കും ഓരോ വോട്ടാണ്. അല്ല, ഒരു നറുക്ക് കുറവുണ്ടല്ലോ. ആനന്ദ്, നീ നറുക്കിട്ടില്ലേ? ഇല്ല സർ, എന്റെ കയ്യിലുണ്ട്. എന്താ ബ്രോ, ഏപ്രിൽ 23 വോട്ട് ചെയ്യുള്ളൂ ലോകസഭ ഇലക്ഷന്? അത് പെണ്ണിന് കിട്ടാനുള്ള വോട്ടല്ല, പ്രധാനമന്ത്രിയെ കിട്ടാനുള്ള വോട്ടാ. അമ്മേ, ഇതമ്മേ. മോനെ, മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പേരെഴുതാൻ പറഞ്ഞപ്പോ അമ്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടമെന്ന് എഴുതി നീ വീണ്ടും അമ്മയെ തോൽപ്പിച്ചിരിക്കുകയാണല്ലോ. ഇത് തോൽപ്പിക്കാനല്ല, എന്നും അമ്മയെ ജയിപ്പിക്കാനാ. ഇപ്പോഴെന്നല്ല, എപ്പോഴും അമ്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. നിന്നെ പോലൊരു മോനെ കിട്ടിയതാ ഈ അമ്മയുടെ ഭാഗ്യം. ഗുഡ്. അപ്പോ ആനന്ദിന്റെ വോട്ടും പ്രിയങ്കയ്ക്കാണ്. ദാറ്റ് മീൻസ് കല്യാണി, അഖില, ആനന്ദ് എന്നിവർ ഉൾപ്പെടെ 3 വോട്ടുകൾ നേടിയ പ്രിയങ്ക വർമ്മയാണ് തൃച്ചംബരത്ത് വാഴാൻ പോകുന്ന മൂത്ത മരുമകൾ. 3 വോട്ടുകൾ നേടിയ പ്രിയങ്ക വർമ്മയാണ് തൃച്ചംബരത്ത് വാഴാൻ പോകുന്ന മൂത്ത മരുമകൾ. അപ്പൊ ഉടൻ തന്നെ എല്ലാവരും പ്രിയങ്കയുടെ വീട്ടിലേക്ക് പോകുന്നു. അതാ തീരുമാനം അല്ലേ കൃഷ്ണേട്ടാ? ഓഫ് കോഴ്സ്. പറ്റുമെങ്കിൽ നാളെ തന്നെ.
അതെ, ഇലക്ഷനിൽ നിന്റെ കക്ഷി തോറ്റു. ഇനി വേണമെങ്കിലേ ബാലറ്റ് കള്ളം കാണിച്ചു എന്ന് പറഞ്ഞ് കോടതി പോകാം. എന്താ, വണ്ടി ഇറക്കാൻ പറയട്ടെ ഡ്രൈവർമാരോട്? ഹ്, കഷ്ടം. ആന്റി, ഇനി നമ്മൾ എന്ത് ചെയ്യും? അങ്കിള് പറഞ്ഞതുപോലെ തോറ്റു തൊപ്പിയിട്ടില്ലേ? ആകെ നാണക്കേടായി. ഷെയിം തന്നെ. ഒരു ഷെയിമും ഇല്ലടി. അങ്ങേരിപ്പ പറഞ്ഞില്ലേ ബാലറ്റിൽ കള്ളം കാണിച്ചെന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ. നമ്മൾ പക്ഷെ പോകുന്നത് കോടതിയിലല്ല, ഇലക്ഷൻ കമ്മീഷനെ പോലെ മറ്റൊരു കമ്മീഷനിലേക്ക്, വനിതാ കമ്മീഷനിലേക്ക്. തൃച്ചംബരത്തെ പുന്നാര മൂത്ത മകന് ഷെയിം ഉണ്ടാകാതിരിക്കാൻ ഇപ്പൊ ബാലറ്റിട്ടവരെല്ലാം ഇവിടുന്ന് വണ്ടികൾ ഇറക്കിയിട്ട് ഓടും. നീ കണ്ടോ കളി? അതിനാദ്യം ഞാൻ ഇടത് കാൽ വെച്ച് കയറാൻ പോകുന്നത് അവളുടെ വീട്ടിലേക്കാ, ആ പ്രിയങ്കയുടെ വീട്ടിലേക്ക്. അവളുടെ ചീട്ട് കീറാനുള്ള വക എനിക്ക് അവിടുന്ന് കിട്ടും. വിലാസിനിക്ക് അത് ഉറപ്പാ. മച്ചു, സംഗതി കലിപ്പ. ഇത് വേണോ? വേണം. നാളെ വരെ ആയില്ലേ? അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനിക്കാൻ. ആരാ? താനെന്താ ഇവിടെ? എനിക്ക് പ്രിയങ്ക ഒന്ന് കാണണം. നോക്ക്, അന്ന് ഷോപ്പിംഗ് മാളിൽ ഞങ്ങളുടെ മുന്നിൽ വഴി തടഞ്ഞു വന്നപ്പോ തന്നെ മോള് വാണിംഗ് നൽകിയതാ. അവൾക്ക് നിന്നെ കാണാൻ താല്പര്യമില്ല. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. അന്ന് ഞങ്ങൾ സ്ത്രീകൾ മാത്രമായിരുന്നു. ഇത് വീടാ. പ്രിയങ്കയുടെ അച്ഛനകത്തുണ്ട്. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. വർമ്മ സാറിനോട് പറഞ്ഞാൽ മതി ഈ ജയൻ മോളുമായിട്ട് സംബന്ധം ആലോചിക്കാൻ വന്ന് വെയിറ്റിംഗ് ആണെന്ന്. എന്താ നിന്റെ ഉദ്ദേശം? ആഹാ, തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വിളിക്കുമ്പോ ഫോൺ എടുക്കാത്ത പോലെ നേരിട്ട് വരുമ്പോ മുറിപൂട്ടി കഥ കടച്ചിരിക്കുന്നു. എന്തിന്? കാണുമ്പോ പേടിക്കാൻ നീ ആരാ? Who the hell are you? See, വർഷങ്ങൾക്ക് മുൻപ് ക്യാമ്പസിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. കോളേജ് രാഷ്ട്രീയത്തിന്റെ ത്രില്ലിൽ
ഒരുമിച്ച് യൂണിയനായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തെ ഒരു ടൈം പാസിന് നേരം പോക്ക് പറഞ്ഞിട്ടുണ്ടാവും. റെസ്റ്റോറന്റിലും സിനിമയ്ക്കും പോയിട്ടും ഉണ്ടാവും. പക്ഷേ ക്യാമ്പസ് വിട്ടതോടെ ആ അധ്യായം ക്ലോസ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ബന്ധം മനസ്സിലിട്ട് നീ എന്നെ ഫോളോ ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാ. Better you leave now. പോയില്ലെങ്കിൽ നിനക്ക് യൂത്ത് രാഷ്ട്രീയമുണ്ടെന്ന് എനിക്കറിയാം. കൂടാതെ ഗുണ്ടകളുടെ കൂട്ടുകെട്ടും. പക്ഷേ ഈ വീട്ടിൽ കടന്നു വന്നത് പുറത്തെടുക്കരുത്. ദേ അത് കണ്ടോ? CCTV ക്യാമറയാ. ഇവിടെ വച്ച് നിന്റെ വശത്ത് നിന്നും എന്തെങ്കിലും റോങ് മൂവ് ഉണ്ടായാ എന്നെ അറിയാലോ. സെൻട്രൽ ജയിലിലെ അല്പം സൗകര്യങ്ങൾ കുറവാ. എന്റെ പഴയ ഇന്റിമേറ്റ് ഫ്രണ്ട് അല്ലേ. തൽക്കാലം സ്ഥലം കാലിയാക്കാം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഗസ്റ്റുകൾ വരാനുള്ളതാണ്. നമുക്ക് പിന്നീട് മറ്റൊരിടത്ത് വെച്ച് കാണാം പ്ലീസ്. ഇതിവിടെ തീരില്ല. തുടങ്ങിയാണ്. ചെവി നുള്ളിക്കോ നീ. എന്താടാ? വാ പോവാ. എന്താ? പോവാന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ അവരിങ്ങ് എത്താറായി. ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കാതെ ചെന്ന് അച്ഛൻ റെഡിയായോ നോക്ക്. ചെല്ലുന്നേ. മാഡം സർ പ്ലീസ് കം. അമ്മേ അച്ഛാ വരൂ മാഡം. നമസ്കാരം. നമസ്കാരം. വരൂ. ഇരിക്കൂ സർ. നിങ്ങൾ പരിചയപ്പെടാത്ത രണ്ടുപേരുണ്ട്. ഇത് ഞങ്ങളുടെ മൂത്ത മകൻ ആനന്ദ്. അറിയാം മാഡം. ഇന്ത്യയിലെ ടോപ്പ് 5 ബിസിനസ്മെന്നിൽ ഒരാളായ ആനന്ദ് കൃഷ്ണനെ ആർക്കും അറിയാൻ വയ്യാത്തെ. ഗ്ലോബൽ അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡ് വാങ്ങുന്നത് ഞാൻ ലൈവായി കണ്ടിട്ടുണ്ട്. അത് മാത്രല്ല, ഞങ്ങള് ലേഡീസ് സർക്കിളിന്റെ ഒരു സ്വീറ്റ് നോട്ടപ്പുള്ളിയാണ് കക്ഷി. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആനന്ദ് കൃഷ്ണൻ. ദശരഥന് രാമനെ പോലൊരു മകനാണെന്ന പറച്ചില്. റൈറ്റ് സർ? 100%. ഇവന്റെ പേര് ആനന്ദ് കൃഷ്ണൻ എന്നുള്ളത് മാറ്റി ആനന്ദ് രാമൻ എന്നാക്കിയാലോ എന്നൊരാലോചന. പിന്നെ ഈ ചെത്ത ചുള്ളനാണ് തൃച്ചംബരത്തെ രണ്ടാമത്തെ മകൻ. പേര് അരവിന്ദ് കൃഷ്ണൻ. ബിസിനസിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ കള്ളം അടിച്ച് നടക്കുക കക്ഷി. ഉത്തരവാദിത്തം ഉണ്ടാക്കിയെടുക്കാൻ അമ്മ നന്ദനയുമായുള്ള വിവാഹം ഉടനെ നടത്താനിരിക്കുന്നു.
അത് കൊള്ളാലോ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാപ്പാടാണല്ലോ പ്രിയങ്കയ്ക്ക്. ഇതൊക്കെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മാഡത്തിനോടുള്ള എന്റെ ഇഷ്ടവും ആരാധനയും കൊണ്ടാ ആന്റി. ഓഹോ. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളുടെയും പ്ലെയേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഫിംഗർ ടിപ്സിൽ വെക്കും. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാഡത്തിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു വെച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. സത്യം പറയാലോ, ഇവളെ പ്രസവിച്ച എനിക്ക് ഇവളുടെ മനസ്സിൽ 2ാം സ്ഥാനേ ഉള്ളൂ. 1ാം സ്ഥാനം ഇവള് കൊടുത്തിരിക്കുന്നത് അഖിലാണ്ടേശ്വരി മേഡത്തിന്. ഓ, എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. നാളെ ഇവള് താമസം തൃച്ചംബരത്തേക്ക് മാറ്റുമെന്ന്. മേഡം, ഏതൊരു കാര്യം വന്നാലും ഇവൾ ഉടനെ ഉദാഹരണം പറയുന്നത് മേഡത്തിന്റെ പേരാണ്. ആകെ മൊത്തം ചുരുക്കി പറഞ്ഞാൽ ഇവക്ക് ഒരു റോൾ മോഡലേ ഉള്ളൂ. അത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മേഡമാണ്. യെസ്, എന്റെ കാഴ്ചപ്പാടും മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡും ഒരുപോലെയാണ്. ജനിച്ചു പോയി, അതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു തീർക്കുക എന്ന കോൺസെപ്റ്റിൽ നിന്ന് മാറി ആഗ്രഹിച്ചത് നേടിയെടുക്കാനുള്ള ഗട്സ് ഉള്ളവരെയാണ് എനിക്കിഷ്ടം. ഝാൻസി റാണി മുതൽ ഇന്ദിരാഗാന്ധി, കിരൺ ബേദി, അങ്ങനെ എത്ര ഐഡിയൽ ക്യാരക്ടേഴ്സാ നമ്മുടെ ചരിത്രത്തിലുള്ളത്. അതുപോലെ ഇന്നത്തെ കോമ്പറ്റീഷൻ നിറഞ്ഞ ബിസിനസ് ലോകത്ത് നമ്പർ 1 ആയി തീർന്ന അഖില മാഡത്തിനോടും എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആരാധനയാണ്. വെറും ആരാധനയല്ല, ഇറ്റ്സ് റിയലി ആൻഡ് ഇമോഷണൽ കണ്ടന്റ് എന്ന് പറയാം. മതി മതി, പറഞ്ഞു പറഞ്ഞ് നീ ഇനിയും എന്നെ ആകാശത്തേക്ക് പൊക്കിക്കൊണ്ടു പോണ്ട. താഴെ വീണ വലിയ ബുദ്ധിമുട്ടാ മോളെ. അതെ അതെ, ഞാനും അത് മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. വിലാസിനെ, അല്ല, കുടിക്കാൻ എന്താ എടുക്കേണ്ടത് പറഞ്ഞോളൂ. അതൊക്കെ പിന്നെ. ആദ്യം ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ, അല്ലേ കൃഷ്ണേട്ടാ? വരൂ മാഡം, വരൂ. ആഹാ, ഇതെന്താ പ്രിയങ്കയ്ക്ക് മീൻ വളർത്തലുണ്ടോ? സോ പ്രെറ്റി. താങ്ക് യു സോ മച്ച് മാഡം. ഒരൊറ്റ മീനിനെ വളർത്തുന്നുള്ളൂ, പക്ഷേ ഈ മീനിനും എനിക്കും തമ്മിൽ ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ്? വാട്ട് യു മീൻ? അതെ മാഡം, പറയുമ്പോ വീണ്ടും പുകഴ്ത്തുകയാണെന്ന് പറയരുത്. ചിലപ്പോ മാഡത്തിനോടുള്ള ആരാധന മൂക്കുമ്പോ എനിക്ക് മാഡത്തിനോട് സംസാരിക്കണമെന്നും മനസ്സിലുള്ളതൊക്കെ ഷെയർ ചെയ്യണമെന്നും തോന്നും. പരിചയം പോലും ഇല്ലാതെ അതിന് മാർഗമൊന്നും ഇല്ലല്ലോ. അപ്പോ ഈ അഴകുള്ള മീനിനെ ഞാൻ അഖില മാഡമായി സങ്കല്പിച്ച് അതിനോട് സംസാരിക്കും. ആഹാ, മറുപടിയൊന്നും കിട്ടില്ല, പക്ഷെ അതിലെനിക്ക് സന്തോഷം കിട്ടും. ആ, ഇതും എന്റെ ഒരു തരം വട്ട. എന്റെ അമ്മോ, എന്തൊരു തള്ളലാ ഇത്. സെന്റിമെന്റ് സീനിട്ട് ചേച്ചിയെ വീഴ്ത്തലാണ് ഉദ്ദേശം. സാരമില്ല, സെന്റിമെന്റ്സിനെ ഞാനിപ്പോ ആക്ഷൻ സീനാക്കി മാറ്റിത്തരാം. വരൂ മാഡം, എന്റെ മുറി കാണാം. ഷുവർ, വരൂ. വാ, നമുക്ക് ഗാർഡനൊക്കെ ഒന്ന് കാണാം. വരും, നമുക്ക് കിച്ചണിലേക്ക് പോവാം. ആ, മാഡം പ്ലീസ് കം. Good, nice. My God, ഇതെന്താ എന്റെ ഫോട്ടോ? അതും നിന്റെ റൂമില്? മാഡം, അത് രാവിലെ കണ്ണു തുറക്കുമ്പോ ഈ മുഖം കാണാനാ എനിക്കിഷ്ടം.
എങ്കിലേ എനിക്ക് ആ ദിവസം ഒരു ബെസ്റ്റ് ഡേ ആകൂ. ഈ മുഖത്തൊരൊറ്റ നോട്ടം നോക്കിയാ മതി, ഓട്ടോമാറ്റിക്കലി ഊർജവും ഉത്സാഹവും ഒക്കെ കിട്ടും. അതാ രാവിലെ കണ്ണു തുറക്കുമ്പോ കണി കാണാൻ പറ്റുന്ന രീതിയിൽ മാഡത്തിന്റെ ഫോട്ടോ വച്ചിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായി നിന്റെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് എന്താണെന്ന്. ലോകത്ത് 24 മണിക്കൂറും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്നെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളുണ്ടെന്ന് ഓർക്കുമ്പോ ആശ്ചര്യം തോന്നുന്നു. എന്ന് മാത്രമല്ല, ഒരുപാട് സന്തോഷവും. താങ്ക് യു സോ മച്ച് മാഡം. മാഡത്തിനോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതും ഇത്ര അടുപ്പമുണ്ടാക്കാൻ പറ്റിയതും ഒക്കെ ഞാൻ എന്റെ ഭാഗ്യമായിട്ടാ കരുതുന്നത്. ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ എന്റെ ഒരേ ഒരു പ്രാർത്ഥന. ഡോൺ വറി, നിന്റെ ആഗ്രഹം എല്ലാം നടക്കും. അതിനുള്ള സമയമായി എന്ന് കൂട്ടാൻ നിനക്ക്. എന്ന് പറഞ്ഞ മാഡം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും.